ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളെ വേൾഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമ്മളെ ലെറ്റ്സ് പ്ലേ അല്ല ഇത്. കാരണം നമ്മളെ ലെറ്റ്സ് പ്ലേയർ വേൾഡ് അൺഫോർച്ചുനേറ്റ്ലി ആയിട്ട് എൻ്റെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫയൽസ് ഒക്കെ ക്ലിയർ ആയിരുന്നു സ്റ്റോറേജിന് വേണ്ടി. അങ്ങനെ നമ്മളെ വേൾഡ് പോയി, അത്രക്കേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ നമ്മള് സംഭവം ഉണ്ടായത് നമുക്ക് എന്തായാലും വലിയ ഇഷ്യൂ ഒന്നും ഇല്ല. അപ്പൊ ഇത് പിന്നെ നമ്മള് ലെറ്റ്സ് പ്ലേ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യാൻ നോക്കുന്നത്. ഇത് നമ്മൾ ഹാർഡ് കോർ ആയിട്ടാണ് പോകാൻ നോക്കുന്നത്. ഹാർഡ് കോർ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഒറ്റ ലൈഫേ ഉണ്ടാവത്തുള്ളൂ. ആ ലൈഫ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കുക. നമ്മളുടെ റിയൽ ലൈഫ് മാതിരി തന്നെയാണ്. ചത്താ നമുക്ക് റീസ്പോൺ ആവാൻ പറ്റത്തില്ല. നമുക്ക് സ്പെക്ടേറ്റർ ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കളി തുടങ്ങല്ലേ. നമ്മളിപ്പോൾ സ്പ്രൂസ് ബയോമിലാണ് സ്പോൺ അയക്കണത്. ഫസ്റ്റ് നമുക്ക് മരം വെട്ടി തുടങ്ങാം. എന്താ ഒറ്റൊരു വുഡ്. ഇത് ഒറ്റക്ക് നിന്ന് എന്തായാലും വെറുതെ കേടരണ്ട. നമുക്ക് വയലും മൂപ്പത് നടിക്കാതിരിക്കാൻ വേണ്ടി ഇത് എടുത്തേക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടോപ്പിലോട്ട് പോകണം. എന്തൊരു കേവ് മാതിരി സെറ്റപ്പ് ഉണ്ട്. കേവ് അല്ല, കേവ് തന്നെയാണോ? ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ട് അങ്ങനെ പറയാം. കേവ് അല്ല, ഒന്നുമല്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറിയിട്ട് ഇല്ലേ ഒരു സ്പ്രൂസ് ട്രീ അങ്ങോട്ട് കട്ട് ചെയ്യാം. അതാവും ഇപ്പൊ നമുക്ക് നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് ഈ വുഡ് അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് വെട്ടിയേക്കാം. അപ്പൊ കഴിച്ച് നമ്മൾ ആ ട്രീ അങ്ങോട്ട് വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫുഡും ഗ്യാദർ ചെയ്യണം. അതിനൊപ്പം ഇവിടുന്ന് കുറച്ച് സ്റ്റോണും മൈൻ ചെയ്യണം. ഇവിടെ എന്തൊക്കെയുണ്ട്, കുറച്ച് കോള് കാണാണ്ട് അയണോർ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അതാണ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഉള്ളിലോട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വല്ല മോബ് കൊണ്ട് നമ്മൾ തിരിഞ്ഞു ഓടും. വേറൊരു ഡൗട്ടും ഇല്ല. അവിടെ എന്താ ഉള്ളു? ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാണാനല്ലോ. എന്തുള്ള മാതിരി എനിക്ക് തോന്നുന്നു. ഒന്നും ഇല്ല അവിടെ. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നമ്മളേക്കുള്ള വുഡ് വെച്ചിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ടേബിൾ അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ ഫസ്റ്റ് ബ്ലാങ്ക് ആക്കി. എന്താവാത്ത വെറുതെ അല്ല, ഇത് നമ്മൾ കൈ പിടിച്ചിട്ടില്ല. നമ്മളെ ഒരു ക്രാഫ്റ്റ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ക്രാഫ്റ്റ് ടേബിളിൽ നമുക്ക് എന്താ പറയുക കുറച്ച് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഇനി പിക്കാക്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ അങ്ങോട്ട് മെയിൻ ചെയ്തെടുത്തേക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോൺ മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്കാക്സ് അങ്ങ് കളഞ്ഞേക്കാം. അത് നമുക്ക് വീണ്ടും ഒരു 2 സ്റ്റിക്കും പാടിയും ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാം. ഇനി നമുക്ക് ഒരു ആക്സ് എടുത്തേക്കാം, ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഇനി നമുക്കൊരു സോഡും അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. അയ്യോ, സോഡാ ഞങ്ങളില്ലല്ലോ. അങ്ങനെ നമ്മളൊരു സോഡും ക്രാഫ്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഫുള്ള് ടൂൾസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കോൾ അങ്ങോട്ട് മെയിൻ ചെയ്തേക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാനൊക്കെ വല്ല ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാലോ. അത് എന്ന് വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ എന്താ പറയുക ഒരു 9 കോള് മെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാ എനിക്കും തോന്നുന്നത്. ഞാൻ ഫുള്ള് നോക്കാൻ നിന്നിട്ടില്ല. നമ്മൾ നേരത്തെ വെട്ടിയ സ്പ്രൂസ് ട്രീ അതിൻ്റെ അവിടെ സാപ്ലിങ്സ് ഉണ്ടോ എന്ന് എനിക്ക് നോക്കണം. അയ്യോ, അത് ഇതായിട്ടില്ല ഗൈസ്. അത് വേറൊരു ട്രെയിനായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അതിന് വുഡ് ഉള്ളതുകൊണ്ട് അത് എന്താ പറയാ ലീവ്സ് വീണിട്ടില്ല. അതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല. എന്തായാലും നമുക്ക് ഈ ബ്ലാക്ക് ഷീപ്പിനെ അങ്ങോട്ട് എടുത്തേക്കാം. കാരണം നമുക്ക് ഫുഡും വേണം, നൈറ്റിന് ബെഡും ഉണ്ടാക്കേണ്ടതല്ലേ. നമുക്ക് ഈ വുഡ് അങ്ങോട്ട് കട്ട് ചെയ്തേക്കാം. ഈ വീണ് കിടക്കണം മരം. അങ്ങനെ നമ്മളെ വുഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തൊരു ബ്ലാക്ക് ഷീപ്പ്. അപ്പൊ എനിക്ക് ഇവനും പാടി അങ്ങോട്ട് എടുക്കാം. അങ്ങനെ ഓനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പതിയെ എക്സ്പ്ലോർ ചെയ്യാം. അതിന്റെ ഒപ്പം നമുക്ക് അയ്യോ, അടുത്ത ബ്ലാക്ക് ഷീപ്പ് നമുക്ക് ഫസ്റ്റ് ഒരു ബ്ലാക്ക് ബെഡ് ഉണ്ടാക്കാനുള്ളതായി. നമ്മൾ അവനെടുത്ത് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പറ്റിയ സാധനം കിട്ടുമോ നോക്കണം. മറ്റേ കഴിക്കാൻ പറ്റുന്ന ബെറി ഇല്ല ഇവിടെ ഗൈസ്. ഇത് മറ്റേതാകുമ്പല്ല, ആർക്കിയോളജിസ്റ്റിക്ക് പൊട്ടിച്ചോ ഒന്നും കിട്ടത്തില്ല. അത് എന്താ പറയുക ബ്രഷ് ചെയ്തെടുക്കുക തോന്നുന്നു. എന്തായാലും നമ്മളൊക്കെ ബ്രഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിക്കണി. ഇപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ആവശ്യമൊന്നുമില്ല. മറ്റൊരു ബെറി ഉണ്ടാവില്ല ഗൈസ് ഇവിടെ ഈ സ്പ്രൂസ് ബയോമില്. അതെന്താ കാണാത്തെ? ഇതാ നോർമൽ ബയോമിലോട്ടപ്പം നമ്മൾ പോകണേ. അതിന് മുന്നേ നമുക്ക് ബെറി കണ്ടുപിടിക്കണം. എന്ത് ബെറി എന്നപ്പ അതിന് പറയാ? ഗ്ലോബെറി അല്ല, ഞാൻ പറഞ്ഞില്ല ഇവിടെ എവിടെയും ബെറി ഉണ്ടാവുന്ന. അങ്ങനെ നമ്മൾ ബെറിയും കണ്ടുപിടിച്ച്. അപ്പൊ ഇനി നമുക്ക് ഇത് ഫുൾ അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. അപ്പൊ ഗായ്സ് നമുക്ക് ഫാം ചെയ്യാനും പിന്നെ എല്ലാത്തിനും പാടെ നമ്മൾ കുറച്ച് ബെറി എടുത്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടി കണ്ടുപിടിക്കണം. അതും കൂടിയാണ് നമ്മളെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോള് എന്ന് വെച്ചാൽ. എന്താണോ നോക്കി നിൽക്കുന്നത്? മിനിപ്പാടി എനിക്ക് ഫുഡ് ആക്കണം. അങ്ങനെ നമ്മൾ അവനെ കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗൈസ് വിചാരിച്ച എപ്പിസോഡ് അവസാനിച്ചേന്.
അയ്യോ, നമുക്ക് എന്തായാലും മാക്സിമം ഡയ്യാ വരുത് ഈ സീരിയസ്. അത് ഞാൻ മാക്സിമം ശ്രദ്ധിക്കും. ഇപ്രാവശ്യം ഞാൻ സൂക്ഷിച്ചോളൂ മൈനിങ്ങിനൊക്കെ പോവുക. നമുക്ക് ഈ സാധനം കുറച്ചങ്ങോട്ട് എടുത്തേക്കാം. നമുക്ക് എന്തായാലും ആവശ്യം വരും ഈ സാധനം. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ ഈ സാധനം നല്ല ഹെൽപ്ഫുള്ളാണ് ഇപ്പോൾ. നല്ല രീതിക്ക് സ്മെൽറ്റ് ആവും ചെയ്യും. കുറച്ച് പൊട്ടിച്ചാൽ തന്നെ നമുക്ക് കുറെ കിട്ടും ചെയ്യും. അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ഗൈസ്, ആ സാധനം നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നെന്തായാലും ഇവിടെ റെസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അടുത്ത ഡേ നമുക്ക് എന്തായാലും ഇതാക്കാന്നാണ് വിചാരിക്കുന്നത്, ട്രാവൽ ചെയ്യാ എന്ന്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ കുറച്ച് ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോയി നോക്കാം. അങ്ങാനും എവിടെയെങ്കിലൊക്കെ എത്തുകയാണെങ്കിൽ എത്തട്ടെ. അല്ലെങ്കിൽ നമുക്ക് ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ഓഷ്യൻ അല്ലോ ഈ ഈ സ്ഥലത്ത് കൂടെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഇനി നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്ത് ഇനി നമുക്കൊരു ബെഡ് അല്ലേ, ബെഡ് എന്ന് പറയാ 3 മുകളിൽ ഇങ്ങനെയും. അയ്യോ ഗൈസിന്റെ മൗസിന് കേടുണ്ട്, അതാണ് ഞാൻ അധികം റെസിപ്പി ബുക്ക് ഉപയോഗിക്കണേ. ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ വയ്ക്കണില്ല. അപ്പോ എന്താന്നാവോ. അയ്യോ, അങ്ങനെ നമ്മള് അയ്യോ നൈറ്റ് ആയിട്ടില്ലേ, എന്താ ഈ മൈൻ ക്രാഫ്റ്റ് ഇങ്ങനെ ഡാർക്കാവും ചെയ്തു. മൂണത് അവിടെ എത്തിക്കണം, എന്നിട്ട് നൈറ്റ് ആയിട്ടില്ല എന്ന് അവന്മാര് പറയുന്നത്. അപ്പൊ ഗൈസ് നമ്മളെ വേൾഡത്തെ ഫസ്റ്റ് സ്ലീപ്പ് അങ്ങോട്ട് സ്ലീപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊരു സുഖം സ്ലീപ്പ് ചെയ്യാൻ മാത്രം. ബാക്കിയുള്ളതിലൊക്കെയാണ് നമ്മള് നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാം. ഗൈസ് എന്താ വലിയ 2 മീനല്ലേ, ഞാനും വിചാരിച്ചു പുതിയ അപ്ഡേറ്റിൽ വലിയ മീനൊക്കെ വന്നു തോന്നി. ഇനി നമുക്ക് എന്തായാലും കുറച്ച് ട്രാവൽ ചെയ്യട്ടെ. നമ്മളെന്താ പറയാ, കുറച്ച് ടൈമിന്റെ കഷ്ടപ്പാടിന് ഒടുവിൽ നമ്മളൊരു വില്ലേജ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വില്ലേജ് അങ്ങോട്ട് ലൂട്ട് ചെയ്തേക്കാം. എന്നിട്ട് ഈ വില്ലേജിന്റെ അടുത്ത് തന്നെ ബേസ് ഉണ്ടാക്കി വെച്ചേക്കാം. ഗൈസ്, അവിടെ ഒരു ചെറി ബ്ലോസം ബയോമ് ഞാൻ കാണുന്നുണ്ട്. എന്റെ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് ആ ചെറി ബ്ലോസം ബയോമിൽ പോയിട്ട് ബേസ് ഉണ്ടാക്കാന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എന്തായാലും ഇപ്പൊ നമുക്ക് ഫുള്ള് ലൂട്ടിയൊന്നും വേണ്ട. നമുക്ക് ഇവന്റെ വീട്ടിലൊന്ന് കയറണം. ഇനി എന്തെങ്കിലും നല്ലതുണ്ടാവണേ. 3, 2, 1 ഗോ. ഗൈസ്, നമുക്ക് പകുതി സെറ്റ് ആർമർ ഇപ്പൊ തന്നെ നമ്മളായി. ഇതാ നല്ല ലൂട്ടുണ്ട്, ഡയമണ്ട് ഒഴിച്ച് ബാക്കി എല്ലാതും ഉണ്ട്. അതുകൊണ്ട് നമ്മളെന്തായാലും ഹാപ്പിയാണ്. ഈ അയ്യങ്കോളത്തിന് നമുക്ക് പിന്നെ തട്ടാം. ഫസ്റ്റ് ഇവന്മാരൊന്ന് തട്ടട്ടെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ അമ്മക്ക് കിട്ടുന്ന വില്ലേജിലൊന്നും ഹേബേൽ ഉണ്ടാവില്ല. അതാണ് കിട്ടണില്ല ഏറ്റവും വലിയ ഡിഅഡ്വാൻറ്റേജ്. അങ്ങനെ എന്തോ ഒരു സംഭവം നമ്മൾ പറയത്തില്ല, ആ സംഭവം. നമുക്ക് എന്തായാലും ഇങ്ങനെ ഈ മൗണ്ടന്റെ മേലെ ഈ ചെറിയ ബ്ലോസത്തില് ഒരു ബേസ് ആയിട്ടുണ്ട്. ഒരു പ്രത്യേക വൈബായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ മൗണ്ടൻ ഒന്ന് കയറട്ടെ. മൗണ്ടൻ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വില്ലേജിന്റെ ബ്യൂട്ടി. അവിടെ ഒരു കേവ് ഉണ്ടല്ലോ, നമുക്ക് മൈനിങ് ഏരിയ റെഡിയായി. ഇനി നമ്മൾ എന്താന്ന് വെച്ചാൽ ചെറിയ ബ്ലോസും കുറവാട്ടോ, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് ഈ മൗണ്ടന്റെ മേലെ അടിയിലോട്ട് ഇറങ്ങണമെന്ന് ഞാനിപ്പോൾ ആലോചിക്കണേ. ചെറിയ ബ്ലോസം നല്ല കുറവാണ്. ബട്ട് ഈ തലപ്പത്ത് കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്നും ഉണ്ട് തന്നെ ഉള്ളൂ. ഇവിടെ ബാക്കി ഫുള്ള് നോർമൽ ഫോറസ്റ്റ് മാതിരി ബേസ് ആണ്. ഈ ബേസ് അല്ല, ഫോറസ്റ്റ് എന്നാ പറയാൻ വന്നി. ഇത് നല്ല പ്ലെയിൻ ആയ ഒരു സ്ഥലത്താ കാണുന്നത്. നമുക്ക് എന്തായാലും അവിടോട്ട് പോണോ, അല്ലെങ്കിൽ നമ്മള് ബേസ് എന്തായാലും മേലെ ഉണ്ടാക്കാം. അയ്യോ, ബേസ് മേലെ ഉണ്ടാക്കിയാലും പ്രശ്നമാണ്. നമുക്ക് കുറെ ഇത് കയറി വരണ്ടേ. നമുക്ക് എന്തായാലും ഈ ചെറിയ ബ്ലോസത്തിന്റെ അടിയിൽ നമുക്ക് ഇവിടെ എന്തായാലും ബേസ് ഉണ്ടാക്കാം. ഇവിടുന്ന് എന്തായാലും നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഗ്യാദർ ചെയ്യേണ്ടി വരും. നമ്മളെന്തായാലും വലിയ ബേസ് ഒന്നും ഉണ്ടാക്കണില്ല. നമ്മള് ലെറ്റ്സ് പ്ലേത്തെ അതിൽ ചെറിയൊരു ബേസിന് ബാക്കി ഫുള്ള് നമ്മള് ഒരു വെറൈറ്റി സെറ്റപ്പിൽ ഉണ്ടാക്കും. ഓ ഗൈസ്, ഹേബേലൊക്കെ ഉണ്ട്, നമ്മള് കാണായിയാണ്. എന്തുവാ നമ്മളെ കണ്ണിന്റെ ഒക്കെ ഒരു പവർ അറിയൂ. ഓ, ഇതെന്തായാലും ഫുഡ് അടിക്കട്ടെ. ഫുഡ് ഫുള്ള് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുവാന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് വീടുണ്ടാകാം. നമ്മളെ ബേസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണ ഇവിടെയാണ്. കാരണം നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ധാരാളം സ്പേസ് ഉണ്ട്. അങ്ങോട്ടാക്കിയിട്ട് ബ്രീഡറും ഈ ഐലൻഡിലാക്കി നമുക്ക് അയൺ ഫാം, അങ്ങനെ നമ്മൾ കുറെ ഐഡിയാസ് നമ്മളെ തലോട്ട് ഇവിടെ വന്നപ്പോ എത്തിക്കണേ. അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ ഇവിടെ വെച്ചൊരു ബേസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അധികം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാക്കൊന്നുമില്ല. എന്താ പറയുക, നമ്മളെ ഫുള്ള് പ്ലാൻ റിവീലും ചെയ്യണില്ല. പക്ഷെ നമ്മൾ ലെറ്റ്സ് പ്ലേത്തെ അതൊരു വലിയ ബേസ് ഒന്നുമല്ല, അതും വലുതൊന്നല്ല. ഇത് പക്ഷെ നമ്മൾ സിംഗിൾ ലെയർ ഉണ്ടാക്കണത്. മറ്റേ 2 നിലയായിരുന്നു, ഇത് 1 നിലയും. അങ്ങോട്ട് പറഞ്ഞാ പോരെ. ഇപ്പൊ ഒക്കെ റെഡി ആയില്ലേ. നമ്മൾ ഇവിടെയാണ് ബേസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോ നമുക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലെയർ അങ്ങോട്ട് ടെറാഫോം ചെയ്യണോന്ന് ആലോചിക്കണം. ഇത്ര കുറച്ച് ഭാഗം ഉണ്ട്. ഈ ഫസ്റ്റ് ഇത്ര ഒരു ഭാഗം നമുക്ക് അങ്ങോട്ട് എന്താ പറയാ, മണ്ണിട്ടി എടുത്തേക്കാം.
അപ്പൊ ഗൈസ് നമുക്ക് വേണ്ട ഭാഗം മാത്രം നമ്മളൊന്ന് ടെറാഫോം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ബേസ് അങ്ങോട്ട് ബിൽഡ് ചെയ്തേക്കാം. നമ്മളത് റീപ്ലേറ്റ് എടുക്കണ്ട. ഇങ്ങക്ക് നമുക്ക് ഉണ്ടാക്കാൻ പാകത്തിന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഇങ്ങക്കും ഈ ബിൽഡ് നോക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ എന്താ പറയാ സ്മൂത്ത് ആയിട്ട് കാണിച്ചുതരാം. വലിയ ബിൽഡൊന്നല്ല, ചെറിയൊരു ബിൽഡാണ്. അതുകൊണ്ട് ആർക്കും ആണെങ്കിലും സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമ്മള് കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണേന്ന്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടേക്ക് ഒരു 4 ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് 6 ബ്ലോക്ക് ഇട്ടിട്ട് വീണ്ടും 4 പ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മൾ 6 ബ്ലോക്ക് ഗ്യാപ്പിൽ അടുത്തവും പ്ലേസ് ചെയ്തിക്കണേ. ഇനി നമുക്ക് ഇത് എന്താ പറയാ പില്ലർ ചെയ്ത് പോവാം. ഇനി നമുക്ക് ഇതൊന്ന് കണക്ഷൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങോട്ടും ഒരു 6 ബ്ലോക്ക് ഗ്യാപ്പിന് അങ്ങോട്ടും പോവാം. ഇതും പില്ലർ ചെയ്തേക്കാം. ഇതും അങ്ങോട്ട് കണക്ട് ചെയ്തേക്കാം. അയ്യോ, ഇനി നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെയും പാടി അങ്ങോട്ട് പില്ലർ ചെയ്തേക്കാം. ഇതല്ലേ നമ്മളെ ബേസ് ഉണ്ടാക്കണതിന്റെ ഇടയിൽ കുക്കായി പോയി. കാരണം നമുക്ക് ബേസ് ഉണ്ടാക്കാൻ ഇനി സ്പ്രൂസ് വുഡ് ഇല്ല. അപ്പൊ നമ്മളെന്താ സ്പ്രൂസ് ഫാം ചെയ്യാന്ന് വിചാരിച്ച് നമുക്കെന്താ 1 2 3 4 4 ഇങ്ങനെയും പ്ലേസ് ചെയ്തേക്കാം. ഇനി 1 2 3 4 നമ്മൾ ഇങ്ങനെയും പ്ലേസ് ചെയ്തിക്കണേ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ അടുത്ത വർക്കിലോട്ട് പോവാ. എന്തായാലും വുഡൊക്കെ ഒന്ന് വളരട്ടെ. നമ്മളൊക്കെ ബോണില്ല, അല്ലെ നമുക്ക് ബോൺ വീര് സെറ്റ് ആക്കായിരുന്നേ. ഇനി നമ്മളെന്താ ഉണ്ടാക്കാൻ വെക്കണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്റ്റോൺ മെയിൻ ചെയ്തിട്ട് നമുക്ക് അത് സ്റ്റോൺ ബ്രിക്സ് ആക്കണം. അപ്പൊ നമുക്കൊന്ന് എന്താ പറയാ ഒക്കെ കുക്ക് ചെയ്തെടുക്കണം. അതിനാണ് നമ്മളിപ്പോ ഫർണസ് ക്രാഫ്റ്റ് ചെയ്തിരിക്കണേ. 1 2 ഫർണസ് ഉണ്ടായിക്കോട്ടെ. 1 ഫുഡിനും 1 സ്റ്റോണിനും പാടിയാണ് ഞാൻ ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കണേ. ഇതിലിപ്പോ നമുക്ക് എന്താ കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചേക്കാം. പിന്നെ നമുക്ക് എന്താ പറയാ നമ്മളെ വീടിന്റെ സൈഡിലൊരു ചെറിയ എന്താ പറയാ ഇപ്പൊ നമുക്ക് എന്തായാലും ടൈമും ഉണ്ടല്ലോ, നമുക്കൊരു ചെറിയ ഈ സ്വീറ്റ് ബെറി ഫാം അങ്ങോട്ട് ഇതാക്കാം, റെഡി ആക്കി എടുക്കാം. ഗൈസ് നമ്മൾ ഇത് ഉണ്ടാക്കണതിൽ നൈറ്റ് നമുക്കൊന്ന് സ്ലീപ്പ് ആവും ചെയ്യാം. എന്തായാലും നമുക്ക് ടൈം ഉണ്ടല്ലോ, പേടിക്കാനുള്ള ആവശ്യമില്ല. അപ്പൊ നമുക്ക് മാക്സിമം ടൈം അങ്ങോട്ട് നമുക്ക് സ്കിപ്പ് ചെയ്തേക്കാം. ഇനി നമുക്ക് എന്താന്ന് വെച്ചാ നടുവിലൂടെ ഉള്ളത് അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. ഇത് നമുക്ക് പാത്തായിട്ട് വേണം. ഇനി നമുക്ക് ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെയും പാടി അങ്ങോട്ട് ഫാം ചെയ്തേക്കാം. എന്തായാലും റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത്രയും മതി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് നമ്മൾ ഇൻവെന്ററിക്ക് തന്നെ വെച്ചേക്കാം. ഇത് തന്നെ നമുക്ക് ഓവറാന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ച് വുഡ് എടുത്തിട്ട് നമുക്ക് എന്താ പറയാ പ്ലാങ്ക് ആക്കിയേക്കാം. കാരണം നമുക്ക് ഇതെന്താ സോറി ഞാൻ ഡേർട്ടാണല്ലോ എടുത്തേക്ക്. നിന്റെ വിചാരം ഇതാണ് എന്നാ വുഡൻ പ്ലാങ്ക് വെച്ചിട്ടാ ഞാനത് അങ്ങനെ എടുത്തേ. ഇതെന്തായാലും 18 വേണം തോന്നണേ. 18 കുറവാന്നാ എനിക്ക് തോന്നുന്നേ. ഇനി അറിയത്തില്ല, ചിലപ്പോ ഓവറായിരിക്കാം. അല്ല, ഇത് കുറവ് തന്നെ. കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് ഇത്രക്ക് ലോ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളെ ആക്സ് പൊട്ടിയോ? ഇല്ല, ഞാൻ ആക്സ് കാണായിട്ട് ആക്സ് തരാ. എന്തിനാ ഈ ഫ്ലവേഴ്സൊക്കെ? എനിക്ക് ഫ്ലവേഴ്സൊക്കെ പോട്ടെ. എപ്പോഴാന്നാവും ഈ സ്പ്രൂസ് ട്രീസ് ഒക്കെ ഗ്രോ ആവാന്നു ആവും. എന്തായാലും നമ്മക്കേ ഇതുമ്മ കൂടി പ്ലേസ് ചെയ്യാനുള്ളതുണ്ട്. ബാക്കിയുള്ള എല്ലാം നമ്മക്കേ ട്രീ വലുതായിട്ട് റെഡിയാക്കാം. ഞാൻ പറഞ്ഞില്ല കറക്റ്റ് 2 മുകളിലുണ്ട്. ഇനി 1 അങ്ങനെ നിന്നോട്ടെ. അതിന് നമുക്ക് ഒരു ട്രീ വലുതാവുമ്പോ നമുക്ക് റെഡിയാക്കാം. നമുക്ക് അപ്പൊ അതിന് വില്ലേജിൽ നിന്ന് പോയിട്ട് കുറച്ച് ബോൺ വീല് കിട്ടുമെന്ന് നോക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് എന്തേലും ഒരു തുള്ളി എന്താ പറയാ ട്രീയും കൂടി ഗ്രോ ആകുമ്പോ ഹെൽപ്പായി കിട്ടുക. അപ്പൊ ഞാൻ എന്തായാലും വില്ലേജിൽ പോയിട്ട് ഒന്ന് നോക്കി നോക്കട്ടെ. ഓ ഗായ്സ്, അല്ല നമുക്ക് വില്ലേജിൽ പോവേണ്ട ആവശ്യമില്ല. ഈ ട്രീ വലുതായി. ഇതിനപ്പളാണ് ഇതെന്താ ഈ ട്രീനേക്കാൾ ഫാസ്റ്റിൽ ഗ്രോ ആയിന്ന് ഞാൻ ആലോചിക്കണേ. എന്താ പ്രശ്നം എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇത് പെട്ടെന്ന് ഗ്രോ ആയി. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തേക്കാം. ഞാൻ ചത്തെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ചത്തീന്ന്. എന്തായാലും നമ്മളിപ്പോ സർവൈവ് ചെയ്തല്ലോ, അത് നല്ലത്. നമുക്ക് എന്തായാലും കുറച്ച് ടോപ്പിലോട്ട് കയറിയിട്ട് ഇവിടുന്നല്ലേ വെട്ടാനുള്ളത്. നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങനെ അവിടെ വെട്ടിയേക്കാം. ഇത് എത്ര ഹൈറ്റ് ഉണ്ടായിന്? ഈ ഒരു ആക്സിഡന്റ് നമ്മളിത് ഫുള്ള് വെട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല, ഞാൻ പറഞ്ഞില്ലേ. അതങ്ങനെ ഒരു കുറ്റിയായിട്ട് ഇനി അവിടെ നിന്നോട്ടെ. ഈ ട്രീസ് ഒക്കെ എന്താ വലുതാവാത്തെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സാപ്ലിങ്സ് ഒക്കെ വീഴണില്ലേ, അതൊക്കെ നമുക്ക് കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറി ബ്ലോസും വെക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈഡായിട്ട് ചെയ്യുന്നത്.
ഇനി അയ്യോ ഇനി നമുക്ക് നമ്മളിപ്പോ എവിടെ ചെയ്ത് നിർത്തിയത്? ഇനി നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോണും മൈൻ ചെയ്യാണ്ടായിരുന്നില്ല അതിന്റെ ഒപ്പം. നമ്മൾ ചെയ്തില്ല, നമ്മളിപ്പോ ട്രീ കട്ട് ചെയ്ത്. ഇനി നമുക്ക് എന്തായാലും കണക്ട് ചെയ്യാം. ഇനി ഗൈസ് നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു പരിപാടി ചെയ്യാണ്ട് 1 2 മൂന്നാമത്തെ ബ്ലോക്ക് വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ. ഇനി നമുക്ക് അയ്യോ ഇത് കുറച്ച് ചെറുതായല്ലോ, ഇവിടെ ഒന്ന് ചെയ്യാം. കാരണം ഒന്നുമില്ല, ഒരു രസം. ഇനി നമുക്ക് ഇതങ്ങോട്ട് പൊട്ടിച്ചേക്കാം, കാരണം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതങ്ങോട്ട് കണക്ട് ചെയ്തേക്കാം. ഇത് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് ഇനി നമുക്ക് ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഗൈസ് നമ്മളെ വേൾഡിന്റെ ഫുള്ള് ലേഔട്ട് അങ്ങോട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ കൊബിൾ സ്റ്റോൺ പ്ലസ് നമ്മൾ എന്താ പറയാ കൊബിൾ സ്റ്റോണും അതിന്റെ ഒപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോണത് എന്താ പറയാ ബ്രിക്ക് സ്റ്റോണും പാടിയുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. നമ്മൾ സിംഗിൾ ലെയർ ആണ് ചെയ്യുകയും ചെയ്യേണ്ടത്. നമുക്ക് പെട്ടെന്ന് ഒരു ആക്സ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ആക്സിലായിട്ട് വലിയൊരു സുഖമില്ല. അയ്യോ ആക്സ് ക്രാഫ്റ്റ് ചെയ്യാൻ ആക്സ് അങ്ങനെ നമ്മളൊരു ആക്സ് പാടിയും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ബീം അങ്ങോട്ട് വെട്ടിയേക്കാം. എന്നിട്ട് നമ്മളെ പിക്കാക്സ് വെച്ചിട്ട് നമുക്ക് ഈ പിക്കാക്സ് പൊട്ടണ വരെ നമുക്ക് സ്റ്റോണും പാടി മെയിൻ ചെയ്തേക്കാം. ഞാൻ സ്റ്റോൺ മെയിൻ ചെയ്തിട്ട് സ്മെൽറ്റ് ചെയ്യാൻ നോക്കട്ടെ. നമുക്ക് നമ്മൾ വേണ്ട സ്റ്റോണും മെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡേർട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് അടച്ചേക്കാം. വെറുതെ നമ്മളിങ്ങനെ വൈഡായിട്ട് നമ്മളെ ബേസിന്റെ ഫ്രണ്ട് നമ്മൾ നശിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ അങ്ങോട്ട് നമുക്ക് അടച്ചേക്കാം. അതാണ് നമുക്ക് ഒന്നുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് എന്താ പറയുക ഈ കോബിൾ സ്റ്റോണും പാടിയും പൊട്ടിച്ചേക്കാം. നമുക്ക് ഒരു സ്റ്റാക്ക് കൊബിൾ സ്റ്റോൺ നമുക്ക് ഇതാക്കാടാ, എന്താണ് കുക്ക് ചെയ്യാൻ വെച്ചേക്കാം. അയ്യോ എന്നാലും നമുക്ക് ഇതായി കിട്ടാം സ്റ്റോൺ ബ്രിക്സ് ആയിട്ട്. നമുക്ക് അത് ചെയ്യാം. അയ്യോ എവിടെ ഇപ്പം നമ്മൾ ലീഫ് ഇതിലും കുക്കാക്കാൻ വെച്ചിക്കണി. ഒക്കെ അങ്ങോട്ട് ലീഫ് ചെയ്ത് വെക്കണോ? അതിൻ്റെ ഇടയിൽ കുറച്ച് കൊബിൾ സ്റ്റോൺ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട. നമുക്കൊക്കെ അങ്ങോട്ട് എന്താ പറയുക കൊബിൾ സ്റ്റോൺ ഇടയിൽ വേണ്ട, നമുക്ക് ഫുള്ള് ലാവിഷ് ആയിക്കോട്ടെ. ഇനി നമുക്ക് എന്താ സ്ലീപ്പ് ആവാ. സ്ലീപ്പ് ആവാനുള്ള നൈറ്റ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു പരിപാടിയോടും ചെയ്യാണ്ടല്ലോ. ഇതങ്ങോട്ട് എടുത്ത് ഇതാക്കിയേക്കാം. ഇനി ഇതിന്ന് 1 2 പീസ് എടുത്തേക്കണേ. ഇനി ഇത് നമ്മൾ ഇതാക്കിയേക്കാം. നമുക്ക് ഈ 12 പീസ് എടുത്തിട്ട് നമുക്ക് 6 10 സ്ലാബ് 12 സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഓവറാണ്. നമുക്ക് ഇതെന്തായാലും ഇതിനെ അയ്യോ സോറി അതെന്തായാലും പ്ലേസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം നമുക്ക് ഇങ്ങനെ കുറച്ച് കൾട്ടിവേറ്റും ചെയ്തേക്കാം. അയ്യോ ഗൈസിനെ എവിടത്തേക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോ, കറക്റ്റ് എടുത്തേന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് ഫുള്ള് വെക്കട്ടെ. അയ്യോ ഗൈസ് നല്ല സ്പൈക്ക് കുത്തുണ്ട് നമ്മളെ മേത്ത്. നമുക്ക് ഇതും കൂടി അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. ഇനി നമ്മളെ മേത്ത് കുത്തുന്നുള്ള പേടി നമുക്ക് വേണ്ട. ഇനി നമുക്ക് എന്തായാലും നൈറ്റായി കടന്നുറങ്ങാം. എന്തൊരു സുഖമാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് നമ്മളെ വീടിന്റെ ചുറ്റും എന്താ പറയാ സ്റ്റോൺ വെക്കാം. നമ്മളെ വീടിന്റെ ചുറ്റും സ്റ്റോൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മള് ചെറിയൊരു പ്രോഗ്രസ് എത്തിക്കണം എന്താന്ന് വെച്ചാൽ നമ്മള് അവിടെ ചെറിയൊരു കുറച്ച് ഷുഗർ കെയിനും നട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആവുകയും ചെയ്ത് ഇങ്ങോട്ടൊരു പാത്തും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡോറ് വെക്കാനും പിന്നെ ഫ്ലോറിങ് ചെയ്യാനുമാണ്. അതിന് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്താ പറയുക ഫ്ലോറിങ് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്റ്റോൺ എടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫെൻസ് വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഒരു എന്താ പറയാ ചിക്കൻ ഫാം തുടങ്ങാനാണ്. നമുക്ക് അവിടെ സൈഡിൽ പിന്നെ നമുക്ക് റെഡി ആക്കിയേക്കാം. നമുക്ക് അപ്പർ പാർട്ട് ക്ലോസ് ചെയ്യണ്ടേ, ഇനി അതിനും വേണ്ട വുഡ് ഇത് നമുക്ക് ഫുൾ എടുത്തിട്ട് അങ്ങനെ പ്ലാങ്ക് ആക്കിയേക്കാം. എന്തായാലും ഇനി നമുക്ക് ഇതായിട്ട് വലിയ യൂസും ഇല്ലല്ലോ. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇത് ഫുൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ടോർച്ച് പ്ലേസ് ചെയ്തേക്കാം. ഫുള്ള് ലൈറ്റപ്പും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയാ ഈ നില നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പർ പാർട്ട് നമ്മൾ ക്ലോസ് ചെയ്തേക്കാം. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ലെയറോടെയും ബിൽഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്നാലും നമ്മള് ബിൽഡ് ചെയ്യണില്ല, നമുക്കിത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്കാം എന്നാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും റൂഫ് ഉണ്ടാക്കിയേക്കാം. നമ്മള് റൂഫ് സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മളെ വീട് കുറച്ച് ഇന്റീരിയർ പണികളും ചെയ്തിട്ടുണ്ട്. അതായത് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട് ഫുള്ള് പണി കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ ചെയ്തിക്കണെന്ന് വെച്ചാൽ ചുറ്റും ഇങ്ങനെ മരങ്ങളും വെച്ചു, ഇങ്ങോട്ടൊരു പാത്തും വെച്ചിക്കണ്.
പിന്നെ ഇങ്ങോട്ട് കുറച്ച് ചെറിയ ബ്ലോസും വെച്ച് ഇവിടെ ഒരു 2 സ്പ്രൂസിന്റെ ട്രീസും കുഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെയും വെച്ച് നമുക്ക് അവിടെയൊക്കെ ലാൻഡൺ തൂക്കാനുള്ളതാണ്. പിന്നെ നമ്മളെ വീടിന്റെ ചുറ്റും എന്ന് പറയുന്നത് കാണാൻ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ ഇനി അകത്ത് കയറി കാണിച്ചു തരാം നമ്മളെ വീടിന്റെ ഉള്ളിൽ എങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒരു പാത്തുമാടി സെറ്റ് ആക്കിയിരിക്കണം. ഇവിടെയൊക്കെ ലാൻഡേണൊക്കെ വെക്കണം. ഇനി നമുക്ക് ഡോർ ക്ലോസ് ചെയ്തേക്കാം. ഇവിടെ ഒരു സ്പേസ് ഒഴിഞ്ഞടക്കാം. ഇവിടെ എന്തുണ്ടാക്കണം എന്നൊരു ഐഡിയ ഇല്ല. ഇവിടെ എന്തുവാന്ന് വെച്ചാൽ നമ്മളെ ബെഡ്റൂമാണ്. ഇത് ബെഡ്റൂം, ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇത് സ്മെറ്റിങ്. നമ്മൾ മേലോട്ട് കയറുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ സ്റ്റോറേജ് ഇരിക്കണം. 1 2 3 മൊത്തം 6 ഡബിൾ ചെസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ ഇതെന്ന് പറയച്ച ലൈറ്റ് പെട്ടി, ഇതെന്ന് പറയച്ച ചവറ് പെട്ടി, ഇതെന്ന് പറയച്ച ടൂള് പെട്ടി, ഇതെന്ന് പറയച്ച വുഡ് പെട്ടി, ഇതെന്ന് പറയച്ച ഫാൻസി ബ്ലോക്സ്, ഇതെന്ന് പറയച്ച സ്റ്റോൺസ്, അതായത് കല്ല്. പിന്നെ ഇവിടെ എന്ന് പറയച്ചാൽ നമുക്ക് ഓപ്പണിൽ വൈഡ് ആയിട്ടൊരു വ്യൂ കിട്ടുക. നമ്മൾ നല്ലൊരു ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്തിരിക്കണം. സംഭവം ഞാൻ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ചെയ്തില്ല. ബിൽഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മുടെ മൈൻഡിലോട്ട് ഓരോ കാര്യം വരിക, നമ്മൾ അങ്ങോട്ട് റെഡി ആക്കി എടുക്കുക. നമ്മൾ അത്രേ ചെയ്തിട്ടുള്ളു. അപ്പോ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പോ എല്ലാവരും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ നമ്മൾ വീഡിയോ കാണുന്നതിൽ 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ഗൈസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമുക്ക് ഈ വീഡിയോയിൽ 100 സബ്സ്ക്രൈബ് അടിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പൊ നമുക്ക് എന്താ ഏകദേശം ഒരു 75 സബ് ചെയ്യണേ. അപ്പൊ പ്ലീസ് ഡു സബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോ എല്ലാവർക്കും ടാറ്റ ബൈ ആൻഡ് സീ യു സൂൺ.